ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ PSC ഇൻ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ 10ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം ബയോളജി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സാണ് ഇന്നത്തേത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലാമാർക്കിസമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അത് കയറി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഒരു പ്രിമിറ്റീവ് സെല്ലിൽ നിന്ന് ഇന്നത്തെ ഈ ഒരു ബയോഡൈവേഴ്സിറ്റി, ഇത്രയും ജീവജാലങ്ങൾ എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത് എന്നുമായിട്ട് ബന്ധപ്പെട്ട ഓരോ തിയറീസാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ ലാമാർക്കിസം പഠിച്ചു, അത് കഴിഞ്ഞു. അടുത്തതായിട്ട് ഡാർവിനിസത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതെന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് നാച്ചുറലിസ്റ്റാണ്, അതായത് ഒരു ഇംഗ്ലീഷ് പ്രകൃതിശാസ്ത്രജ്ഞനായിട്ടുള്ള ചാൾസ് റോബർട്ട് ഡാർവിൻ എങ്ങനെയാണ് ഈ ഡാർവിൻ തിയറി ഓഫ് എവല്യൂഷൻ പറയുന്നത്, അത് ഡാർവിൻ തിയറി ഓഫ് എവല്യൂഷൻ ഏതാണ്, അപ്പോൾ അതിലോട്ട് വഴി തെളിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡാർവിൻ്റെ കപ്പൽ യാത്രയെക്കുറിച്ച് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 22ാമത്തെ വയസ്സിൽ ബ്രിട്ടീഷ് ഗവർണർ തീരപ്രദേശത്തിന് ഭൂപടം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘത്തെ അയച്ചു. അപ്പോൾ ഈ 22 വയസ്സുകാരനായിട്ടുള്ള ഡാർവിനും ആ സംഘത്തിൽ ഉണ്ടായിരുന്നു. HMS ബീഗിൾ എന്ന് പറയുന്ന കപ്പലിലാണ് ഗാലപ്പഗോസ് ഐലൻഡിലേക്ക് ഇവർ പോകുന്നത്. അപ്പോൾ ഒരു നീണ്ട 7 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തതിനോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് അദ്ദേഹം കുറേ ഡേറ്റാസ് കളക്ട് ചെയ്ത് അതിൻ്റെയൊക്കെ ഫലമായിട്ട് അദ്ദേഹം തിരിച്ചു വന്ന സമയത്ത് ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി, അവതരിപ്പിച്ചു. അപ്പോൾ അതിനകത്ത് അന്ന് വരെ ഉണ്ടായിരുന്ന, അതായത് ആർക്കും അറിയാത്ത, ചിന്തിക്കാത്ത കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അത് പിന്നീട് നമ്മുടെ ഈ ഒരു എവല്യൂഷൻ്റെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ഇതിൽ നിന്നാണ് ബാക്കി സാധനങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏത് കപ്പലിലാണ് ഏത് ഐലൻഡിലേക്ക്, ഗാലപ്പഗോസ് ഐലൻഡിലേക്ക് അദ്ദേഹം വന്നത് എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചേക്കണം. HMS ബീഗിൾ എന്ന് പറയുന്ന കപ്പലിലാണ് എന്ത് ചെയ്യുന്നത്, ഗാലപ്പഗോസ് ഐലൻഡിലേക്ക് അദ്ദേഹം എത്തിയത്. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഈ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് വലിയ കാര്യങ്ങളായിട്ടും ഒന്നുമില്ല. നമുക്കിനി നോക്കേണ്ടത് ഈ ഗാലപ്പഗോസ് ഐലൻഡിൽ അദ്ദേഹം എന്താണ് കണ്ടത്, എന്ത് കാര്യങ്ങളാണ് ഒബ്സർവ് ചെയ്തത്, അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഫിഞ്ചസ് വെയർ വൺ എമംഗ് ദി ഓർഗാനിസംസ് ഒബ്സർവ്ഡ് ആൻഡ് ക്ലോസ്ലി സ്റ്റഡീഡ് ബൈ ഡാർവിൻ ഇൻ ദ ഗാലപ്പഗോസ് ഐലൻഡ്. ഗാലപ്പഗോസ് എന്ന് പറയുന്ന ആ ഒരു ദ്വീപിൽ അദ്ദേഹം പഠിച്ചതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫിഞ്ചസ് ആയിരുന്നു, അതായത് ചെറിയ ചെറിയ കുരുവികൾ. അപ്പോൾ ഇവിടെ അദ്ദേഹം അവിടെ കണ്ട ഗാലപ്പഗോസ് ഫിഞ്ചസിനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇൻസെക്ടിവോറസ് ഫിഞ്ചസ് ഉണ്ട്, കാക്ടസ് ഈറ്റിംഗ് ഫിഞ്ചസ് ഉണ്ട്, സ്മാൾ ഗ്രൗണ്ട് ഫിഞ്ച്, ലാർജ് ഗ്രൗണ്ട് ഫിഞ്ച്, ട്രീ ഫിഞ്ച്, മീഡിയം സൈസ് ട്രീ ഫിഞ്ച്, വുഡ് പെക്കർ ഫിഞ്ച്. അപ്പോൾ നമ്മളിങ്ങനെ ഒറ്റ നോട്ടത്തിൽ അതിന് തന്നെ ആൻസിസ്റ്റർ ഫിഞ്ചസ് ഒരെണ്ണം ആ നടുക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെയൊക്കെ തലമൂത്ത അപ്പൂപ്പനാണ് ആ കാണിച്ചിട്ടുള്ളത്. അതിൽ നിന്നുണ്ടായ ബാക്കിയുള്ള ആളുകളെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം, ചില ചുണ്ടുകൾ നീണ്ടിരിക്കുന്ന, ചെറുതാണ്, വലുതാണ്, അങ്ങനെ കുറേ റൗണ്ട് ഷേപ്പിലുണ്ട്, ഷാർപ്പാണ്, അങ്ങനെ കുറേ പ്രത്യേകതകൾ ഇവർക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇൻസെക്ടിവോറസ് ഫിഞ്ചസിനെ നിങ്ങളൊന്ന് നോക്കിയേ, ചെറിയ ബീക്കുകളാണ് അതിനുള്ളത്. അതേസമയം കാക്ടസ് ഈറ്റിംഗ് ഫിഞ്ചസ്, കള്ളിമുൾ ചെടിയുണ്ടല്ലോ, കാക്ടസ്, സക്കുലൻ്റ് വിഭാഗത്തിലുള്ള, അപ്പോൾ അങ്ങനെയുള്ളതിനെ കഴിക്കുന്ന, ഭക്ഷണമാക്കുന്ന ഫിഞ്ചസിന് നീണ്ട ഷാർപ്പായിട്ടുള്ളത്. കാരണം കാക്ടസിന് മുള്ളുണ്ട്, അത് കൊത്തി കഴിക്കപ്പെടുന്ന കണ്ണിലൊക്കെ കൊള്ളും. അതുകൊണ്ട് തന്നെ അതിനെന്താണ്, ലോങ് ബീക്ക്, ഷാർപ്പ് ബീക്കാണ് ആർക്കുള്ളത്, കാക്ടസ് ഈറ്റിംഗ് ഫിഞ്ചസിനുള്ളത്. പിന്നീട് നമ്മൾ എന്നിട്ട് വുഡ് പെക്കർ ഫിഞ്ചസിനെ ഒന്ന് നോക്കിക്കേ. വുഡ് പെക്കർ ഫിഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്ക് മരത്തിൻ്റെയൊക്കെ ടിക്സ്, കൊമ്പുകളൊക്കെ ഓടിച്ച് അതിനകത്തോട്ടുള്ള ചെറിയ ചെറിയ പുഴുക്കളെയൊക്കെ ആയിരിക്കുമല്ലോ അവർ ഭക്ഷണമാക്കുന്നത്. അപ്പോൾ അതിന് സ്യൂട്ടബിളായിട്ടുള്ള ബീക്കാണ് വുഡ് പെക്കർ ഫിഞ്ചിന് ഉള്ളത്. അതുപോലെ തന്നെ താഴെയുള്ള, അതായത് നമ്മുടെ ഗ്രൗണ്ടിലുള്ള വിത്തുകൾ, സീഡ്സും അതും ഇതുമൊക്കെ കൊത്തിപ്പെറുക്കി തിന്നുന്നതിന്, അതായത് ഗ്രൗണ്ട് ഫിഞ്ചസിന് അതിന് സ്യൂട്ടബിളായിട്ടുള്ള ബീക്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗാലപ്പഗോസ് ഐലൻഡിൽ അദ്ദേഹം ഒബ്സർവ് ചെയ്തതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീവി വിഭാഗം ഏതാണ്, ഫിഞ്ചസ് ആണ്. അപ്പോൾ ഈ ഫിഞ്ചസിൻ്റെ എന്ത് കാര്യമായിരിക്കും അദ്ദേഹം നോട്ട് ചെയ്തിട്ടുള്ളത്, ഈ ബീക്സിൻ്റെ
പെക്യൂലിയാരിറ്റീസ് എന്തൊക്കെ ആയിരുന്നു എന്നുള്ളതല്ലേ ആദ്യം. ഇപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് ഓരോന്നും ഓരോ രീതിയിലാണെന്നുള്ള ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവത്തില്ലേ. അപ്പോൾ അതാണ് ബീക്സിൻ്റെ ഡിഫറൻസസ് ആയിരിക്കും ആദ്യം തന്നെ അദ്ദേഹത്തിനെ അട്രാക്റ്റ് ചെയ്തിട്ടുള്ള കാര്യം. അപ്പോൾ ഈ പറഞ്ഞ കാര്യമാണ് ടെക്സ്റ്റിൽ അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളത്. എന്താണ്? ഇൻസെക്ടിവോറസ് ഫിഞ്ചസ് ഹാവ് സ്മോൾ ബീക്സ് ആൻഡ് ദോസ് ദാറ്റ് ഫീഡ് ഓൺ കാക്ടസ് പ്ലാന്റ് ഹാവ് ലോങ് ആൻഡ് ഷാർപ്പ് ബീക്സ്. There were also woodpecker finches that used sharp beaks to pick small ticks for feeding on worms from the holes in tree trunk. മരക്കൊമ്പിൽ നിന്നൊക്കെ വേംസിനെയൊക്കെ പിടിച്ച് തിന്നാൻ പറ്റുന്ന തരത്തിലുള്ള ബീക്സാണ് ആർക്കുള്ളത്? വുഡ്പെക്കർ ഫിഞ്ചസിന് ഉള്ളത്. ദ ഗ്രൗണ്ട് ഫിഞ്ചസ് ദാറ്റ് ഫീഡ് ഓൺ സീഡ്സ് വിത്ത് ലാർജ് ബീക്സ് വെർ ഓൾസോ പ്രസൻറ്റ്. നമ്മൾ കണ്ടതിനകത്ത് ഗ്രൗണ്ട് ഫിഞ്ചസ് എന്ന് പറയുമ്പോൾ താഴെ കിടക്കുന്ന അരിമണികൾ പോലുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സീഡ്സും കാര്യങ്ങളൊക്കെ അവിടെ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് കൊത്തിപ്പെറുക്കി കഴിക്കും. അപ്പോൾ ഇതിങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെക്കണമെന്നില്ല. എന്താ, ഇൻസെക്ടിവോറസ് ബീക്കിന് ഇന്ന ബീക്കുകളാണ്. പക്ഷേ എന്താണ് അവിടെ കണ്ടത്, എന്ത് ഫീച്ചേഴ്സാണ് ഇദ്ദേഹത്തിനെ, എന്ത് പെക്യൂലിയാരിറ്റീസാണ് ഇദ്ദേഹത്തിനെ അട്രാക്റ്റ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. കാരണം ഓരോ ഫിഞ്ചസിൻ്റെയും ബീക്സിന് എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. വിച്ച് പെക്യൂലിയാരിറ്റി ഓഫ് ദ ഫിഞ്ചസ് അട്രാക്റ്റഡ് ഡാർവിൻ. അപ്പോൾ ഡാർവിനെ അട്രാക്റ്റ് ചെയ്ത് എന്താണ്? ബീക്സിൻ്റെ ഡിഫറൻസ് ആയിരിക്കും തീർച്ചയായിട്ടും ഡാർവിനെ അട്രാക്റ്റ് ചെയ്തിട്ടുള്ളത്. ഹൗ ഡു ദീസ് പെക്യൂലിയാരിറ്റീസ് ഹെൽപ്പ് ഫിഞ്ചസ് ഇൻ ദയർ സർവൈവൽ. അപ്പോൾ ഇത് കൊക്കുകൾ, അതായത് കൊക്ക് മീൻസ് ആ ബീക്കിൻ്റെ മലയാളം വാക്ക് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓരോ ഫിഞ്ചസിൻ്റെയും ബീക്സിനുള്ള ഡിഫറൻസ് എങ്ങനെയായിരിക്കും അവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഈ കണ്ട ഓരോ ഫിഞ്ചസും ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഭക്ഷണം കഴിക്കുന്നവരല്ലേ. കാക്ടസ് കഴിക്കുന്നവരുണ്ട്, താഴേന്ന് സീഡ് കഴിക്കുന്നവരുണ്ട്, വേംസിനെ കഴിക്കുന്നവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കോമൺ ആയിട്ടൊരു ഫിഞ്ച് ഉണ്ടായിരുന്നു. ഒരു ടൈപ്പിലുള്ള ഫിഞ്ചസേ ആദ്യം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ എണ്ണം കൂടി വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും കൂടെയുള്ള ഫുഡ് അവിടെ തീർച്ചയായിട്ടും കാണത്തില്ലായിരിക്കാം, എന്തെങ്കിലുമൊക്കെ കുഴപ്പം വന്നിട്ട്. അപ്പോൾ എന്ത് ചെയ്ത് ഉള്ള ഭക്ഷണം പല രീതിയിൽ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി കാണും, കഴിക്കാൻ തുടങ്ങി കാണും. അപ്പോൾ ഈ ബീക്സിലുള്ള ചേഞ്ചസ് കാരണം അവർ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഫുഡായിരിക്കും കഴിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു ടൈപ്പിലുള്ള ഫിഞ്ചസേ ആദ്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവർക്ക് അവരുടെ എണ്ണം പെരുകിയപ്പോഴത്തേക്ക് അവർക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് അവിടെ ഇല്ലായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്ത് ഉള്ള ഫിഞ്ചസ് അവിടെ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള പല പല സ്ഥലങ്ങളിൽ എന്തൊക്കെയാണോ കിട്ടുന്നത് അതെന്ത് ചെയ്ത് കാണും, ഭക്ഷിച്ച് കാണും അല്ലേ. അങ്ങനെ അവരുടെ ബീക്സ് കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ച് അവരുടെ ബീക്സിന് എന്ത് ചെയ്ത് കാണും, ചേഞ്ചസ് വന്ന് കാണും. അപ്പോൾ ഈ ഒരു ചേഞ്ചസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് ഫീഡ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുകയും അങ്ങനെ ആയിരിക്കാം അവരെന്ത് ചെയ്തത്, സർവൈവ് ചെയ്തത്. ബീക്സിലുള്ള ഡിഫറൻസ് കാരണം അവർക്ക് പല ടൈപ്പിൽ ഫുഡ് കഴിക്കാൻ പറ്റി. അങ്ങനെ ആയിരിക്കാം അവരെന്ത് ഉണ്ടാവുക, സർവൈവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരുപാട് ഫിഞ്ചസ് വന്ന് തീർച്ചയായിട്ടും അവരുടെ ഫുഡ് സ്കാർസിറ്റി അവിടെ ഉണ്ടായി. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് ആളുകളുണ്ട്, ഭക്ഷണം അതിനനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് അവരുടെ ബീക്സിന് ചേഞ്ച് വന്നു. ആ ബീക്സിലുള്ള ചേഞ്ച് കാരണം അവർക്ക് പല ടൈപ്പിലുള്ള ഫുഡ് കഴിക്കാൻ പറ്റി. അങ്ങനെ ആയിരിക്കാം അവർ സർവൈവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്കതിനെക്കുറിച്ച് നോക്കാം നല്ല രീതിയിൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ എന്തുകൊണ്ടായിരിക്കാം, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെയൊക്കെ എന്ത് ചെയ്യും, ഡാർവിനും ചിന്തിച്ച് കാണും. അപ്പോൾ ആ സമയത്ത് ഒരു എക്കണോമിസ്റ്റ്, സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള തോമസ് റോബർട്ട് മാൽത്യൂസ് എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധൻ്റെ ഒരു തിയറി ഇദ്ദേഹത്തിന് ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തു കേട്ടോ. അപ്പം ഓൾറെഡി ഡാർവിൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ആശയം വരുന്നത്. അപ്പോൾ ഈ റോബർട്ട് മാൽത്യൂസ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് എന്ത് കാര്യമാണ് പറഞ്ഞതെന്നറിയാമോ? റേറ്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ ഈസ് നോട്ട് പ്രൊപ്പോർഷനേറ്റ് ടു ദി ഗ്രോത്ത് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. തോമസ് റോബർട്ട് മാൽത്യൂസ് പോയിൻ്റ് ഔട്ട് ദാറ്റ് ദ സ്കാർസിറ്റി ഓഫ് ഫുഡ് ലെഡ് ടു ഡിസീസസ്, സ്റ്റാർവേഷൻ ആൻഡ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അതായത് പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുക, ജനസംഖ്യ കൂടുന്നതിനനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നില്ല, കൂടുന്നില്ല. അപ്പം തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഒരുപാട് ഇപ്പം 1000 ആളുകളുണ്ട്, 500 പേർക്കുള്ള ഭക്ഷണമേ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തൊക്കെ ഉണ്ടാവും, രോഗങ്ങളുണ്ടാകും, പട്ടിണി ഉണ്ടാകും. 1000 പേർക്കുള്ള ഭക്ഷണം ഇല്ല, അവിടെ 500 പേർക്കുള്ളതേ ഉള്ളൂ.
അപ്പം തീർച്ചയായിട്ടും ആ 500 പേർക്കുള്ള ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു മത്സരം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും, അല്ലേ? അതാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? റോബർട്ട് മാൽത്തൂസ് പറഞ്ഞിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ആശയം ഡാർവിനെ സ്വാധീനിച്ചു. കാരണം അദ്ദേഹവും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിസിൽ നമ്മുടെ ചാൾസ് ഡാർവിൻ മുന്നോട്ട് വെച്ച തിയറിയാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. എന്താണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ? പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്നാണ് അതിൻ്റെ വാക്ക്. അപ്പം എന്തായാലും ഓർത്ത് വെക്കുക, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ കേട്ടോ. ഇത് ആര് കൊണ്ടുവന്നതാണ്? ഡാർവിൻ മുന്നോട്ട് വെച്ച ആശയമാണ്. ആരുടെയൊക്കെ ആശയം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ തോമസ് റോബർട്ട് മാൽത്യൂസ്, റോബർട്ട് മാൽത്യൂസിൻ്റെ തിയറിയും കൂടെ മുന്നോട്ട് വെച്ച്. അപ്പോൾ അതെന്താണ് എന്നുള്ളതാണ് അടുത്ത് ഒരു ഡയഗ്രാം പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക എന്താണ് എന്നുള്ളത്. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്താണ് എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. നോക്കിയേ, ഓർഗാനിസംസ് വിത്ത് വേരിയേഷൻസ്, അതായത് പല വ്യത്യാസങ്ങളുള്ള ജീവികളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഓവർ പ്രൊഡക്ഷൻ ഉണ്ടായ സമയത്ത് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതാണ് സ്ട്രഗിൾ ഫോർ ഓവർ പ്രൊഡക്ഷൻ, ദെൻ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള മത്സരം ഉണ്ടാവുമ്പം എന്താണോ അവിടെ ഒരു മാറ്റം ഉണ്ടായത് അതിന് ഫേവറബിളായിട്ടുള്ള വേരിയേഷൻസ്, ഉള്ള ജീവികൾ എന്ത് ചെയ്യും? നിൽക്കും. അപ്പോൾ ഉണ്ടായ മാറ്റത്തിന് അനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് അതിനില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർ ആ ഒരു ജീവി വിഭാഗം തന്നെ അവിടുന്ന് നശിച്ചു പോകും. അപ്പോൾ അതായത് ഇപ്പം നോക്കുക, ഈ ഗാലപ്പഗോസ് ഐലൻഡിൽ ഫിഞ്ചസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈ ഫിഞ്ചസിന് ഒരുപാട് ഫിഞ്ചസ് ആയ സമയത്ത് എല്ലാ ഫിഞ്ചസിനും ഉള്ള ഭക്ഷണം അവിടെ ഇല്ലായിരുന്നു, ഫുഡില്ലായിരുന്നു. അപ്പോൾ ഉള്ള ഫുഡ് കഴിക്കുന്ന ഫിഞ്ചസ് മാത്രമേ ആ സമയത്ത് നിലനിൽക്കൂ. ബാക്കിയുള്ളവരെന്ത് ചെയ്യും? ബാക്കിയുള്ള ഫിഞ്ചസ് അങ്ങ് നശിച്ചു പോകും. അപ്പോൾ ഉള്ള ഫുഡ്, ഇപ്പം ഗ്രാസ് ഉള്ളിടത്തുള്ള ഫിഞ്ചസ് ഒരുപക്ഷെ ആ ഗ്രാസ് കഴിക്കുവാണെങ്കിൽ അവർ നിലനിൽക്കും. അത് കഴിച്ച് സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഫിഞ്ചസ് എന്ത് ചെയ്യത്തില്ല? ജീവിക്കത്തില്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണോ അവിടെ ഉള്ളത് അതിനനുസരിച്ചിട്ട് ആ ജീവികൾക്കൊരു വേരിയേഷൻസ് ഉണ്ടായെങ്കിൽ മാത്രമേ അവർ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു ജീവികൾ ആകെപ്പാടെ ഭൂമിയിൽ നിന്ന് ഡിസ്ട്രോയ് ചെയ്തു പോകും. അപ്പോൾ ദോസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്? അനുകൂലമായിട്ടുള്ള എന്താണോ അവിടെ ഒരു സംഭവം ഉണ്ടായത് അതിനനുസരിച്ചിട്ട് ആ ജീവികൾ മാറിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അത് നിലനിൽക്കത്തുള്ളൂ. ഇതിനെയാണ് നാച്ചുറൽ സെലക്ഷൻ, അത് പ്രകൃതി നിർദ്ധാരണം, പ്രകൃതി അവയെ സെലക്ട് ചെയ്തു എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജീവികൾ മാത്രം എന്ത് ചെയ്യും? സർവൈവ് ചെയ്യും. അപ്പോൾ ഈ ഫേവറബിൾ വേരിയേഷൻസ് ഉണ്ടായെന്ന് പറഞ്ഞില്ലേ? ഈ ഫേവറബിൾ വേരിയേഷൻസ് എന്ത് ചെയ്യും? തൊട്ടടുത്ത തലമുറയിലേക്കും കൂടി കൈമാറ്റം ചെയ്യും. അതാ പറയുന്നത് ഫേവറബിൾ വേരിയേഷൻസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദി നെക്സ്റ്റ് ജനറേഷൻ. ഇത് ഈ ഓരോ വേരിയേഷനും ഇപ്പം ഒരു ജനറേഷൻ ഉണ്ടായ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അടുത്ത ജനറേഷനിലോട്ട് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. അത് വീണ്ടും എന്ത് ചെയ്യും? അടുത്ത ജനറേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഈ ഒരു വേരിയേഷൻസ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് കാരണം ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് കാരണം അവസാനം എന്ത് ചെയ്യും? ആദ്യം ഉണ്ടായ ജീവിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസപ്പെട്ട പുതിയ ഒരു സ്പീഷീസ് തന്നെ ഉണ്ടാകും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫേവറബിൾ ചേഞ്ചസ് ഉണ്ടായത് എന്ത് ചെയ്യും? സെലക്ട് ചെയ്യപ്പെടും, അല്ലെ സർവൈവ് ചെയ്യപ്പെടും. അവർ ആ ഉണ്ടായ ഫേവറബിൾ വേരിയേഷൻ എന്ത് ചെയ്യും? ഒരു ജനറേഷനിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത്തരത്തിലുള്ള വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്യും. കുറേ ജനറേഷൻ കഴിയുമ്പോഴത്തേക്ക് ആദ്യത്തെ ജീവിയിൽ നിന്ന് തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയ ഒരു സ്പീഷീസ് ഉണ്ടാകുമെന്നാണ് ആര് പറഞ്ഞത്? ചാൾസ് ഡാർവിൻ പറഞ്ഞത്. ഇതാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ ഇവിടെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ളൊരു മത്സരം ഉണ്ടായത് എന്ത് കാരണമാണ്?
ഓവർ പ്രൊഡക്ഷൻ കാരണമാണ് ഇല്ലേ. അപ്പോൾ ഇതിനകത്ത് ആരാണ് അവിടെ സർവൈവ് ചെയ്യുന്നത്? ഫേവറബിൾ വേരിയേഷൻസ് ഉള്ള ആളുകൾ കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു ബോക്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വായിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യമാണ് കേട്ടോ. എന്ത് സാധനവും മനസ്സിലാക്കി വെച്ചിട്ട് മലയാളത്തിലത് ഇങ്ങനെ ഓർത്ത് നോക്കിയിട്ട് അതിനെ സ്വന്തം സെൻറ്റൻസിലോട്ട് മാറ്റുക. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വേർഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെക്കണം കേട്ടോ. നോക്കിയാട്ടെ, every species produce more number of offsprings that can survive on earth. എല്ലാ ജീവികളും അതായത് ഭൂമിയിൽ നിലനിൽക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യും? പ്രത്യുൽപാദനം നടത്തും. ദേ കോമ്പീറ്റ് വിത്ത് വൺ അനദർ ഫോർ ഫുഡ്, സ്പേസ് ആൻഡ് മെയ്റ്റ്സ്. ഇതെന്ത്, ഒരുപാട് ജീവികൾ ഉള്ളപ്പോഴത്തേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് വേണം, താമസ സ്ഥലം വേണം, അതുപോലെ തന്നെ അവരുടെ മെയ്റ്റ് വേണം. ആണിന് പെണ്ണും പെണ്ണിനാണും വേണം, മെയ്റ്റും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു കോമ്പറ്റീഷൻ തന്നെ നടക്കും. ദ കോമ്പറ്റീഷൻ ബിക്കംസ് ഹാർഡ് വെൻ ദ നമ്പർ ഓഫ് ഓർഗാനിസംസ് ഈസ് മോർ ആൻഡ് ദ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സ് ഈസ് ലെസ്. അതായത് എപ്പോഴാണ് മത്സരം കടുക്കുന്നത്? സമ്മാനം കുറവും കൂടുതൽ ആളുകളും ഉള്ളപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കോമ്പറ്റീഷൻ ഹാർഡാവുന്നത്. മെനി വേരിയേഷൻസ് ആർ വിസിബിൾ ഇൻ ഓർഗാനിസംസ്. ദീസ് വേരിയേഷൻസ് മേ ബി ഫേവറബിൾ ഓർ അൺഫേവറബിൾ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? ഓർഗാനിസത്തിന് ഓരോരോ വ്യത്യാസങ്ങൾ ഉണ്ടാവും. കാരണം അതിന് നിലനിൽക്കണമെങ്കിൽ ഉള്ള സാധനം ഭക്ഷിച്ചേ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ആ ജീവികൾക്ക് എന്ത് ചെയ്യും? മാറ്റം വരും. ഈ വേരിയേഷൻസ് ചിലപ്പോൾ ഫേവറബിൾ ആകും. ഫേവറബിൾ വേരിയേഷൻസ് ഉള്ളവ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതായത് അനുകൂലമായിട്ടുള്ള അതിന് മാറ്റങ്ങളില്ലാത്തവ എന്ത് ചെയ്യും? ചത്തുപോകും. അതാ പറയുന്നത്. Those with a favorable variation survive in the struggle for existence. Others are eliminated. Variations that are inherited through generations and are repeated differently help to form species that are different from their ancestors. അതായത് അവരുടെ ഒരു പൂർവികനുണ്ട്, അത് ആദ്യം ഉണ്ടായ ജീവി. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസപ്പെട്ട ആളായിരിക്കും ഒരുപാട് തലമുറ കഴിഞ്ഞ് പുതുതായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യത്തിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ന്യൂ സ്പീഷീസ് ആയിരിക്കും പിന്നീട് ഉണ്ടാകുന്നത്. ദിസ് ഈസ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ഡാർവിൻ. This type of selection done by nature leads to the diversity of species that we see around us. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഡൈവേഴ്സായിട്ടുള്ള പലതരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടായത് ഇങ്ങനെയാണ് എന്നാണ് ഡാർവിൻ പറയുന്നത്. This is the explanation of Darwin's theory, which is known as the theory of natural selection. അപ്പോൾ ഈ പറയുന്ന സാധനത്തിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ എന്താണ്? ഓവർ പ്രൊഡക്ഷൻ കാരണം സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാവും. ഫേവറബിൾ വേരിയേഷൻസ് ഉള്ളത് എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് നേച്ചർ സെലക്ട് ചെയ്ത് ആ ഒരു വേരിയേഷൻ തൊട്ടടുത്ത ജനറേഷനിലേക്ക് പോകും. അങ്ങനെ ഈ ഒരു വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്ത് ന്യൂ സ്പീഷീസ് ആയിട്ട് തന്നെ അത് മാറും. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ആ സമയം ഇപ്പം നമുക്കറിയാം സ്വഭാവത്തിനെ നിയന്ത്രിക്കുന്നത് എന്താണ്? ജീനുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വേരിയേഷൻസ് കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും, പുതിയ ഓർഗാനിസംസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ജീവികൾക്ക് വേരിയേഷൻസ് ഉണ്ടാവുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. കാരണം അന്ന് ജീനുമായിട്ടും ക്രോമസോമുമായിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നിലവിലില്ലായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ജീനിൻ്റെ ക്രോമസോമിൻ്റെയൊക്കെ ടേംസിൽ, അതായത് ജനറ്റിക്സും സൈറ്റോളജിയും ജിയോളജിയും പാലിയൻറ്റോളജിയും, അതായത് ഇതിന് ഈ പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ തെളിവുകൾ വെച്ചിട്ട് ജനറ്റിക്സിൻ്റെയും അതുപോലെ തന്നെ സൈറ്റോളജി സെല്ലുകളെക്കുറിച്ചുള്ള പഠനമാണത്. പിന്നെ ജിയോളജി ഭൗമശാസ്ത്രത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് പാലിയൻറ്റോളജി എന്താണ്? ഫോസിലുകളെ വെച്ചിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസിസിൽ ഡാർവിനിസത്തിന് അതായത് കൂടുതൽ അറിവുകൾ ചേർത്തുകൊണ്ട് നിലവിലുള്ള ഡാർവിനിസത്തെ പുതുക്കി അങ്ങനെ കൊണ്ടുവന്നതാണ് നിയോ ഡാർവിനിസം എന്ന് പറയുന്നത്. എന്താണ് നിയോ ഡാർവിനിസം? അപ്പോൾ അതും ഓർത്ത് വെക്കണം കേട്ടോ. എന്താണ് നിയോ ഡാർവിനിസം എന്ന്? കാരണം ഡാർവിന് എന്താണ് വേരിയേഷൻ ഉള്ള റീസൺ എന്നുള്ളത് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ജനറ്റിക്സ്, കാരണം അന്ന് ജീനിനെ കുറിച്ചും ക്രോമസോമിനെ കുറിച്ചുള്ള അറിവുകൾ അന്ന് ഇല്ലായിരുന്നു കേട്ടോ. അപ്പം പുതിയ ഇൻഫർമേഷൻസ് എല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട്, അതായത് ഏതൊക്കെ ബ്രാഞ്ച് ഓഫ് ജനറ്റിക്സ്, സൈറ്റോളജി, ജിയോളജി, പാലിയൻറ്റോളജി, ഇതിനെല്ലാം കൂടി ചേർത്തുകൊണ്ട് മോഡിഫൈഡ് വേർഷൻ ഓഫ് ഡാർവിനിസത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? നിയോ ഡാർവിനിസം എന്ന് പറയുന്നത്.
ഇനി അടുത്തത് മ്യൂട്ടേഷൻ തിയറിയും കൂടി ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പറയാം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതും ഇതും എല്ലാം കൂടി വെച്ചിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലാസ് കേട്ടിട്ട് ടെക്സ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കുക കേട്ടോ. മ്യൂട്ടേഷൻ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂട്ടേഷൻ തിയറി കൊണ്ടുവന്നത് ഡച്ച് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഹ്യൂഗോ ഡീവ്രിസ് ആണ് കേട്ടോ. 1 വേർഡ് 1 മാർക്ക് ഉറപ്പായിട്ടും എപ്പോഴും ചോദിക്കുന്നതാണ്. മ്യൂട്ടേഷൻ തിയറി, ഉൽപരിവർത്തന സിദ്ധാന്തം കൊണ്ടുവന്നത് ഹ്യൂഗോ ഡീവ്രിസ് ആണ്. എന്താണ് ഈ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഉൽപരിവർത്തനം എന്നൊക്കെ നമ്മളിതിനകത്ത് നോക്കാൻ പോകുന്നത്? നമുക്കറിയാം, ചേഞ്ചസ് ഇൻ ജീൻസ് ആർ വൺ ഓഫ് ദ റീസൺ ഫോർ വേരിയേഷൻസ് ഇൻ ഓർഗാനിസം. അതായത് ജീനുകൾക്കുണ്ടാകുന്ന മാറ്റമാണ് വേരിയേഷനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്. സഡൻ ചേഞ്ച് ദാറ്റ് ഒക്കർ ഇൻ ജീൻ ആർ കോൾഡ് മ്യൂട്ടേഷൻ. പെട്ടെന്നുണ്ടാകുന്ന ജീനിനുണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ആക്സിഡൻ്റൽ, ആകസ്മികമായിട്ടുണ്ടാകുന്ന ജീനിനുണ്ടാകുന്ന മാറ്റത്തിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. Mutation theory explains that new species are formed by the inheritance of such changes. അതായത് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത് കാരണം പാരമ്പര്യമായി ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് വഴിയാണ് പുതിയ ജീവികൾ ഉണ്ടാകുന്നു എന്നതാണ് മ്യൂട്ടേഷൻ തിയറി പറയുന്നത്. Mutation theory explains that new species are formed by the inheritance of such changes. അതായത് ജീനിലുണ്ടാകുന്ന ചേഞ്ച് കാരണം എന്ത് ചെയ്യും? വേരിയേഷൻസ് ഉണ്ടാകും. ഈ വേരിയേഷൻ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് പോകും. അപ്പോൾ ഇത് കൊണ്ടുവന്നത് ആരാണ്? ഹ്യൂഗോ ഡീവ്രിസ്. അപ്പോൾ നമ്മൾ ഇന്ന് 3 പേരുടെ പേര് പറഞ്ഞു. ചാൾസ് ഡാർവിൻ്റെ പേര് പറഞ്ഞു, റോബർട്ട് മാൽത്യൂസിൻ്റെ പേര് പറഞ്ഞു, ദെൻ ഹ്യൂഗോ ഡീവ്രിസ്. ഈ 3 പേരും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റോബർട്ട് മാൽത്യൂസും മറക്കരുത് കേട്ടോ. പിന്നെ HMS ബീഗിള്, ഗാലപ്പഗോസ് ഐലൻഡ്, അങ്ങനെയുള്ള പേരുകളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതുവരെ കേൾക്കാത്ത പേരുകൾ കേട്ടോ. Later it was explained that mutations that cause variations lead to the evolution of species. പിന്നീട് ഈ പറയുന്ന മ്യൂട്ടേഷനാണ് വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നത്. അതായത് വ്യതിയാനങ്ങൾക്ക്, വേരിയേഷന് കാരണമാകുന്ന മ്യൂട്ടേഷൻസ് ആണ് പുതിയ സ്പീഷീസ് ഫോം ചെയ്യുന്നതിന് കാരണമാകുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മ്യൂട്ടേഷൻ തിയറി കൊണ്ടുവന്നത് ഹ്യൂഗോ ഡീവ്രിസ് ആണ്. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ചാൾസ് ഡാർവിനാണ്. അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്ത എക്കണോമിസ്റ്റ് ആരാണ്? റോബർട്ട് മാൽത്യൂസ് ആണ് കേട്ടോ. റോബർട്ട് മാൽത്യൂസ്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം. ബീക്സിൻ്റെ ഡിഫറൻസസ്, ഷേപ്പുകൾ, കാര്യങ്ങൾ, എന്താണ് നാച്ചുറൽ സെലക്ഷൻ എന്നുള്ളത്, മ്യൂട്ടേഷൻ എന്താണ്, മ്യൂട്ടേഷൻ തിയറി എന്താണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പെട്ടെന്ന് എടുത്തൊരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾ മുഴുവനായിട്ടും കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ് കേൾക്കുമ്പം തന്നെ കമൻറ്റ് ചെയ്യണം. ഇന്നിപ്പം 10 പേര് കണ്ടാലും ആ 10 പേരും കമൻറ്റ് ഉണ്ടെങ്കിൽ കാണുന്നവർ അത്രയും പേരും കമൻറ്റ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ് പെട്ടെന്ന് വരാൻ എനിക്കും കൂടെ ഒരു ഉത്സാഹമായിരിക്കും കേട്ടോ. അപ്പോൾ ക്ലാസ് കാണുന്നവരെല്ലാവരും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. എക്സാമൊക്കെ അടുത്തു, പഠിച്ച് ഒരു നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയം ആയിട്ടുണ്ട്, അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലതായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.